അവസാനം ഏറ്റവും വലിയ തിരിച്ചടി ജാമ്യം ലഭിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടം വളരെയധികം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവസാനം ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. മുൻകൂർ ജാമ്യം ആ അപേക്ഷ തന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു. അത് തള്ളിയതിന് തൊട്ടു പിന്നാലെ ഒരു ഇരട്ട പ്രഹരം എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കാത്തിരുന്നത് മറ്റൊരു വാർത്ത കൂടിയാണ്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ടുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോ പാർട്ടിക്ക് പുറത്ത് പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ. ഇനി രാഹുലിന്റെ മുമ്പിൽ വലിയ പ്രതിസന്ധികളാണ് രാഹുൽ നേരിടാൻ പോകുന്നത്. വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു നേതാവ്, വളരെയധികം സ്വാധീനങ്ങൾ ഉണ്ടായിരുന്ന നേതാവ്, ജനമനസ്സുകളിൽ ഒരുപാടധികം സ്ഥാനമുണ്ടായ ഒരു നേതാവ്, ആ നേതാവിനെയാണ് ഇപ്പോ പാർട്ടി പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ പാർട്ടിക്ക് മുകളിൽ വളർന്നു കഴിഞ്ഞാൽ, പാർട്ടിക്ക് പോറലേൽക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ അനുവദിക്കില്ല, സംരക്ഷിക്കില്ല, ഞങ്ങൾ പാർട്ടിയെ സംരക്ഷിക്കുമെന്ന് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോ ഏറ്റവും ഒടുവിലായിക്കൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നു. രാഹുലിന് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ വാർത്തകൾക്ക് തൊട്ടു പിന്നാലെ രാഹുൽ തകരുന്ന രീതിയിലുള്ള മറ്റൊരു കാര്യം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള വാർത്താ കുറിപ്പും പുറത്തേക്ക് വരുന്നു. അതിന് തൊട്ടു പിന്നാലെ അടൂർ പ്രകാശ്, രാഹുൽ മാങ്കൂട്ടത്തിലെ സമാധാനവും ആശ്വാസവുമായിരുന്ന അടൂർ പ്രകാശ്, ഏറ്റവും ഒടുവിലായിക്കൊണ്ട് അടൂർ പ്രകാശിന്റെ പ്രതികരണം കൂടി പുറത്തേക്ക് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം MLA സ്ഥാനം ഇനി ഒരുപാട് കാലങ്ങളൊന്നുമില്ല, ഇനി മാക്സിമം ഒരു 4 മാസം 5 മാസം ഇതൊക്കെ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ടി വരും. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിച്ചതും വിജയിച്ചതും ഒക്കെ. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ രാജി വെക്കേണ്ടി വരും. മേ ബി നേതൃത്വം രാഹുലിൽ നിന്ന് ഈ രാജി എഴുതി മേടിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അല്ലെങ്കിൽ രാഹുലിനോട് ആവശ്യപ്പെടും, രാജി വെക്കണമെന്നുള്ള കാര്യങ്ങൾ കൂടി ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ തെളിയുകയാണ്. ഇനിയിപ്പോ എന്തായാലും ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ ഇനി രാഹുൽ MLA ആയി തുടരുന്നതിൽ അർത്ഥമില്ല. കാരണം ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ രീതിയിൽ ഇപ്പോ രാഹുൽ ആ ഒരു MLA സ്ഥാനത്ത് തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്താണെങ്കിലും വലിയ തിരിച്ചടി എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത്. ഇപ്പോ കോടതിയുടെ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ നേതാക്കൾ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. അവരെല്ലാവരും രാഹുലിനെ കൈ ഒഴിഞ്ഞിട്ടുണ്ട്. രാഹുലിനെ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയ നേരത്തെ സസ്പെൻഷൻ നേരിട്ട വ്യക്തിയാണ്. പക്ഷേ ഇപ്പോ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നു. എന്ന് പറഞ്ഞാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ട പ്രഹരം, ഒരു വലിയ തിരിച്ചടി, തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി, എവിടെയൊക്കെയോ പാളിപ്പോയോ എന്നുള്ള ഒരു ചിന്ത ഇപ്പൊ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മേ ബി ഈ കേസും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. എന്താണെങ്കിലും ഇന്ന് കോടതി പരിഗണിച്ചത് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മാത്രമാണ്. അതല്ലാതെ കേസിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലുകളിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല. ഒരൊറ്റ കാര്യം മാത്രമേ കോടതി, എനിക്ക് തോന്നുന്നു കോടതി ഇതിന്റെ വിധി പുറത്തേക്ക് വന്നിട്ടില്ല. എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ, എന്താണ് ഫൈൻഡിങ്സ്, എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ അറിവുകൾ അത് വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും. ഇപ്പോ നിലവിൽ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി വിധിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു KPCC നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും. ഉടനടി ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാർത്താ കുറിപ്പും പുറത്തോട്ട് ഇറങ്ങുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന, ജനമനസ്സുകളിൽ സ്ഥാനമുണ്ടായിരുന്ന, പാലക്കാടിന്റെ മക്കൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ആ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികൾ തന്നെയാണ്. ഈ പറയുന്ന നമ്മളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ
അങ്ങനെ അവസാനം അതും സംഭവിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു. അതോടൊപ്പം കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നു. ആഘോഷങ്ങൾ തുടങ്ങേണ്ടവർക്ക് തുടരാം. അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നറിയാം. ആഘോഷിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, ആനന്ദ നൃത്തമാടുവിൻ. എന്താണെങ്കിലും രാഹുൽ എന്ന് പറയുന്ന നിങ്ങളുടെ വലിയ ശത്രു വീണിരിക്കുന്നു. അത് ഒരിക്കലും ഇനി എഴുന്നേൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ആശങ്ക തന്നെയാണ്. തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വലിയ ആശങ്കകൾ തന്നെയാണ് ബാക്കിയാകുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ മരം, ആ വൻമരം വീണിരിക്കുന്നു, നിലം പതിച്ചിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം, വേണ്ട രീതിയിൽ ആഘോഷിക്കാം. എന്താണെങ്കിലും വേട്ടക്കാരുടെ ലക്ഷ്യം അവർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു അറ്റം വരെ, ഏത് നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ജാമ്യം നൽകില്ല എന്നുള്ള, ജാമ്യമില്ല എന്നുള്ള ഒരു വിധി പ്രസ്താവം വരുന്നതിന് തൊട്ട് മുൻപ് വരെ വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ കോടതിയുടെ കണ്ടെത്തൽ അങ്ങനെയല്ല. കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഇനി രാഹുലിന്റെ മുന്നിൽ എന്താണ് വഴികളുള്ളത്? രാഹുൽ മേ ബി ഇനി ഹൈക്കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം, ആരെ വേണമെങ്കിലും സമീപിക്കാം, എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ രാഹുൽ ഈ വിധിയോട് കൂടി കോൺഗ്രസും കൈവിട്ടിരിക്കുന്നു എന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. നിയമ പോരാട്ടത്തിന്റെ വഴിയിൽ അയാൾക്ക് ഒരുപാടധികം സാധ്യതകളുണ്ട്. ആ സാധ്യതകളെയൊന്നും നമ്മൾ ഇപ്പോൾ വിലയിരുത്തുന്നില്ല. പക്ഷേ പാർട്ടി കൂടി കൈവിട്ടി ആ ഒരു അവസരത്തിൽ, പാർട്ടി കൂടി തന്നെ എടുത്ത് പുറത്തിട്ടിരിക്കുന്ന അവസരത്തിൽ, പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്ന അവസരത്തിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം വലിയ ഒരു നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ നേതാവ്, ഒരുപാടധികം പ്രതിസന്ധികളിൽ പാർട്ടിയെ പ്രതിരോധിച്ച നേതാവ്, പാർട്ടിക്ക് വേണ്ടി തന്റെ ജീവിതവും തന്റെ വാക്കും തന്റെ സാമർഥ്യവും തന്റെ അറിവും തന്റെ കഴിവും പാർട്ടിക്ക് വേണ്ടി വേണ്ടുവോളം ഉപയോഗിച്ച ഒരു നേതാവ്. അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് പാർട്ടി എടുത്ത് പുറത്തിട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തില് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം അയാൾക്കിനി ഒരു ഇത്രനാളും പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ എന്നുള്ള ഒരു ആശ്വാസം അയാൾക്കുണ്ടായിരുന്നു. ആ ആശ്വാസം കൂടി അവസാനിക്കുന്നു. പാർട്ടി അയാളെ എടുത്ത് പുറത്തിട്ടിരിക്കുന്നു. വലിയ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ കേസിന്റെ വഴിയെ പോകുമ്പോൾ അയാൾക്ക് പല കോടതികൾ, ഈ രാജ്യത്തെ കോടതികൾ ഇനിയുമുണ്ട്. സെഷൻസ് കോടതിക്ക് മുകളിൽ പല കോടതികളുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അങ്ങനെ പല കോടതികളുണ്ട്. കേസിന്റെ വിധികൾ വരാനുള്ള കാലതാമസങ്ങൾ ഉണ്ടായേക്കാം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ അവിടെയും പാർട്ടി എടുത്ത നിലപാട് അയാളെ വല്ലാതെ വേട്ടയാടും, അയാളെ വല്ലാതെ തളർത്തും എന്നുള്ള കാര്യത്തില് ഒരു തർക്കവും ആർക്കും വേണ്ട. എന്ന് പറഞ്ഞാൽ രാഹുൽ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഈ ഉയർന്നു വന്ന പരാതികളും ബാക്കിയുള്ള കാര്യങ്ങളും കേസിന്റെ വിശദാംശങ്ങളും അതിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നിറങ്ങുന്നില്ല. വരും മണിക്കൂറുകളിൽ കോടതിയുടെ നിരീക്ഷണം എന്താണ്, കോടതി കണ്ടെത്തിയത് എന്താണ്, വാദഗതികൾ എന്തൊക്കെയായിരുന്നു, കോടതി എന്തൊക്കെ അംഗീകരിച്ചു, എന്തൊക്കെ തള്ളിക്കളഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അതിനനുസരിച്ച് എന്താണ് കേസിന്റെ മുന്നോട്ടുള്ള ഗമനം എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയും. ആ ഒരു കോടതിയുടെ വിധി പകർപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ട് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്നിരിക്കുന്ന വിധി, ഈ പറയുന്ന ഒരു കോടതിയുടെ നടപടിയാണെങ്കിലും പാർട്ടിയുടെ നടപടിയാണെങ്കിലും രണ്ടും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അയാൾ തകർന്നിരിക്കുന്നു. രാഹുൽ എന്ന വൻമരം അത് വീണിരിക്കുന്നു, കാട്ടപ്പുഴകി വീണിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുവരവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്, എല്ലാ അർത്ഥത്തിലും സംശയമാണ്. ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ എന്ന വൻമരം വീണിരിക്കുന്നു. ഇനി എന്ത്, ഇനി എങ്ങനെ എന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അതിനു മുൻപ് കോടതിയുണ്ട്, പോലീസുണ്ട്, നിയമ നടപടികളുണ്ട്, കേസുണ്ട്, ഈ പറയുന്ന ബാക്കിയുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ അയാൾ നടന്നു കയറേണ്ടതായിട്ടുണ്ട്. ഈ കേസിൽ ഇനി ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമായിരിക്കും എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകവെക്കാവുന്ന കാര്യമുണ്ടാവണമെങ്കിൽ ഈ കേസിനൊരു തീരുമാനം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ
ഈ കേസിന്റെ അന്വേഷണങ്ങൾ അവസാനിക്കണം, കുറ്റപത്രം സമർപ്പിക്കപ്പെടണം, വാദങ്ങളും എതിർവാദങ്ങളും ഒക്കെ അവസാനിക്കണം, കോടതി നടപടിക്രമങ്ങൾ അവസാനിക്കണം, അവസാനം കോടതി വിധി പുറപ്പെടുവിക്കണം. എന്നെങ്കിൽ മാത്രമേ ഇനി എന്ത് രാഹുലിന്റെ മുന്നിൽ എന്നുള്ള ചോദ്യത്തിന് എന്തെങ്കിലും ഒരു ആൻസർ പറയാൻ കഴിയുമെങ്കിൽ കോടതി വിധി ഉണ്ടാവണം. ഈ കേസ് അവസാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ കോടതി എന്ത് തീരുമാനിക്കുന്നു എന്ന് കണ്ടാൽ മാത്രമേ രാഹുലിന്റെ കാര്യത്തിൽ ഇനി മറിച്ചൊരു ചോദ്യം എന്താണ് ഇനി രാഹുലിന്റെ ഭാവി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കോടതിയുടെ ഒരു അന്തിമ വിധി, ഈ കേസ് അവസാനിക്കണം. കേസിൽ രാഹുൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള ഒരു തീരുമാനം കോടതി മുന്നോട്ട് വെച്ചാൽ മാത്രമേ, അങ്ങനെ കോടതിയുടെ വിധി വന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ തന്നെ വകയുള്ളൂ എന്നുള്ളതാണ്.